വിജയം ജനം സമർപ്പിച്ച വിജയം അത് നമ്മുടെ നേതാക്കന്മാർ മുൻകൂട്ടി കണ്ടു പ്രവചിച്ചു എന്ന് പറയുന്നത് അതിലേറെ നല്ല വാർത്ത. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ജനങ്ങളുടെ പൾസറിയാം, ജനങ്ങളുടെ മനസ്സറിയാം എന്നതിൻ്റെ തെളിവാണ് നമ്മുടെ ഈ മുൻകൂട്ടിയുള്ള പ്രവചനം. മനസ്സിലായല്ലോ? അപ്പം ഞങ്ങൾക്കറിയാം, ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങളിപ്പോൾ പറയുന്നു, ഞങ്ങൾ തന്നെ ഈ കേരളം ഭരിക്കും. ഇനിയൊന്ന് ഭരിക്കാനുള്ള അവസരം ഞങ്ങൾക്കുണ്ട്. ജനം ഞങ്ങളുടെ കയ്യിലുണ്ട്. ജനം ഞങ്ങളെ വിശ്വസിച്ചിട്ടുണ്ട്. ആ വിശ്വാസം ഞങ്ങൾ നെഞ്ചിലേറ്റി നമ്മൾ സിന്ദാബാദ് വിളിച്ചു പോകും. ഒരു മിനിറ്റ്, ചെന്നിത്തല ഇന്ന് ഡൽഹിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ചർച്ചയുമായി ബന്ധപ്പെട്ടാണോ? അതറിയില്ല. അതറിയാണ്ട് നിങ്ങളുടെയൊക്കെ പറയാൻ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹം വിളിക്കും, പറയും, തന്നെയും വിളിക്കും. കണ്ണൂർ ഉൾപ്പെടെ CPM വളരെ പിറകോട്ട് പോവുകയും വലിയ വിജയം നേടുകയും ചെയ്തു. CPM ഒരു ഭാവി എന്തായിരിക്കും ഇനി അങ്ങോട്ട്? അത് CPM ചോദിച്ചു തന്നെ ചോദിക്കണം. ഈ BJP നിങ്ങളുടെ ഭാവി എന്താണെന്ന് അവരോട് ചോദിക്കുക. BJP-യുടെ ഒരു 3 സീറ്റ് ഏത് BJP-യുടെ? BJP 3 സീറ്റ് പിടിച്ചല്ലോ കേരളത്തിൽ. എന്താ BJP ഒരു 3 സീറ്റ് പിടിച്ചാൽ അത് വലിയൊരു പിടുത്താണോ? അതിന് എന്തെങ്കിലും ഉത്തരം പറയാനുണ്ടോ? കേരളത്തിലെ ഏറ്റവും വീക്കനായ ഒരു പാർട്ടിയായിട്ട് BJP താണില്ലേ? എന്താണ് BJP പോയി നമ്മളെ 2 രാഷ്ട്രീയ ശത്രുക്കളും കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒന്നുമല്ലാതായപ്പോൾ നമ്മൾ സന്തോഷിക്കേണ്ട ഇടത്ത് നമ്മളെ ദുഃഖിപ്പിക്കരുത് കേട്ടോ. നമ്മൾ ദുഃഖിക്കുന്നില്ല, നമുക്ക് ദുഃഖം വരികയില്ല. കാരണം നമ്മൾ പവർഫുള്ളാണ്. നമ്മളെല്ലാ രംഗത്തും നമ്മൾ വിജയിച്ച് നിൽക്കുകയാണ്. അത് ആർക്കും തീർക്കാൻ പറ്റില്ല, ആർക്കും അത് ഇല്ലാതാക്കാൻ പറ്റില്ല.